ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ക്യാബേജിൻ്റെ ഒരു സബ്ജിയാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു സവാള, 2 തക്കാളി, പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു 100-150 ഗ്രാമോളം ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. ചൂടാകുന്ന 1 ടീസ്പൂൺ ജീരകവും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും സവാളയും തക്കാളിയും എല്ലാം കൂടി ഇടുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടുക. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ റൊട്ടിയുടെ കൂടെയാണ് ഈ സബ്ജി കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മൾ റൈസിൻ്റെ കൂടെ നല്ലതാണ്. എനിക്ക് കൈ മുറിഞ്ഞിരുന്ന സമയത്ത് അപ്പുറത്തെ ആൻറ്റി എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് ഇതൊന്ന് ഉണ്ടാക്കി ഇടണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. എന്നല്ല, സമയം കിട്ടിയെന്നല്ല, വേറെ ഡിഷുകളൊക്കെ ട്രൈ ചെയ്യുന്നത് കൊണ്ടിട്ട് ഇത് പറ്റിയില്ലെന്ന് മാത്രം. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ആ സമയത്തേക്ക് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനായിട്ട് എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, മൊത്തത്തിൽ 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ച് മുൻപായി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് പേസ്റ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മസാല. അപ്പം മറ്റേത് അവിടെ നിന്ന് വാടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എന്ന് വെച്ചാൽ ക്യാബേജ് വെച്ച് നമ്മളെല്ലാവരും തോരനൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തക്കാളി ഇങ്ങനെ ചേർക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ എനിക്കൊന്ന് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് ആ തക്കാളി നമ്മൾ 2 തക്കാളി ചേർക്കുന്നില്ലേ, ആ തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞിട്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മസാല പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്. നമ്മളിപ്പോൾ തേങ്ങ തിരുകാനും എടുക്കാനൊന്നും പോകണ്ട. എനിക്ക് തോന്നുന്നു നമ്മൾ ക്യാബേജ് വെച്ച് തോരനല്ലാണ്ട് വേറെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതൊന്നും നമ്മൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇങ്ങനൊരു സബ്ജി ആരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. മെഴുകുവരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കില്ലേ, പക്ഷേ ഈ മസാലയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ കളർ അല്പം കുറവാണെന്ന് തോന്നിയത് കാരണം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മസാല മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല അല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാൻ പറഞ്ഞ മല്ലിപ്പൊടിയുടെ അളവൊന്ന് നിങ്ങൾ കുറച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത് ഗ്രേവി ആയിട്ട് വെക്കുന്ന കറിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റത്തേക്ക് എല്ലാം ഒന്ന് കുക്കായതാണെങ്കിൽ തന്നെയും ദാ നമ്മുടെ ക്യാബേജിൻ്റെ സബ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ക്യാബേജൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെറൈറ്റി ആയിക്കോട്ടെ, ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ ഒന്ന് കുറച്ചാൽ മതി, അവരും കഴിച്ചോളൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ക്യാബേജിൻ്റെ സബ്ജി നല്ല കണ്ടോ, ചൂടൊക്കെ ഇങ്ങനെ ആവി വറക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് റൊട്ടി മീൻസ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.